ഗൈസ് നാട്ടിലിപ്പോൾ ഇതാണ് അവസ്ഥ. കണ്ടോ, ഒരു മഴ പെയ്ത് ചോർന്നിട്ടില്ല, അപ്പോൾ ഇതിനടുത്ത മഴക്കാർ ഇതായിരുന്നു. ഒരു മഴ അങ്ങോട്ട് പെയ്യുക, അടുത്ത മഴക്കാർ വരിക, അതും നല്ല സ്ട്രോങ്ങിൽ പെയ്യാതെ അതേപോലെ ബൈപ്പാസിൻ്റെ സൈഡൊക്കെ കണ്ടോ വെള്ളം ഇങ്ങനെ ഒഴുകണം. മഴ നിന്ന് പക്ഷെ വെള്ളപ്പോഴും ഇങ്ങനെ ഒഴുകിക്കൊണ്ടേ ഇരിക്കണം. കണ്ടോ, നല്ല മഴയാണ്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് അടുപ്പിച്ച് നിൽക്കാതുള്ള മഴയാണ്. മഴ ഒന്ന് പെയ്യുക, അത് തോരുമ്പോൾ അടുത്ത മഴ വരിക. മഴക്കാർ ഇത് അടുത്ത് വന്ന് ഇപ്പോൾ മഴ പെയ്ത് തോർന്നിട്ടുള്ളൂ, അപ്പോൾ ഇതിന് ഇത് അടുത്ത മഴക്കാർ. ഇവിടെയാണ് വെള്ളം കെട്ടി നിന്ന സ്ഥലമാണിത്. പക്ഷെ ഇപ്പോൾ ഇവിടെ ഒന്നും വെള്ളം കെട്ടി നിൽക്കണമെന്നില്ല, അതൊക്കെ അവർ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ആ പാലത്തിൻ്റെ ആ ഭാഗത്തൊക്കെ വെള്ളം നല്ല ഒഴുകുന്നുണ്ട്. അഥവാ ഇവിടെ ഹോൾസും അതുപോലെ തന്നെ പൈപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. കണ്ടാ, ഇവിടെ ഹോൾസ് പൈപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പൈപ്പുകൾ കണ്ട, അവിടെയൊക്കെ പൈപ്പുകൾ ഇട്ടിട്ടുണ്ട്. എക്സ്ട്രാ ഹോൾസുകൾ അതുപോലെ തന്നെ വേറെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഹോൾസുകൾ എക്സ്ട്രാ ഇട്ട ഹോൾസുകളിലാണ് ഇപ്പോൾ പൈപ്പ് ഇടാത്തത്. അപ്പോൾ അതും ഏകദേശം പടുതായിട്ട് പൈപ്പ് ഇടുന്നതാണ്. ഈ ഷട്ടർ ഇങ്ങനെ താത്ത ചെയ്യുക. ഇതിൻ്റെ മേലാണ് മെഷീൻ. ആ മെഷീനില്ലേ, ആ മെഷീൻ ഇല്ല, ആ മെഷീനിൽ കയറിയിട്ട് ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്യും. അപ്പോൾ അതിങ്ങനെ ഇതാവും. അതേമാതിരി മെഷീനാണ് അവിടെ മറ്റുള്ള അതൊക്കെ അതിൻ്റെ അപ്പുറത്ത് വന്നത്. ആ മഞ്ഞ കളറൊക്കെ ഓരോ മെഷീൻ. പക്ഷെ മഴക്കാലത്ത് വേറെ രസം. കുറ്റിക്കടവ് പോകുന്ന വഴിയാണിത്. റോഡ് നിറച്ചും വെള്ളം. കുറ്റിക്കടവ് എന്ത് കടവട ആ വണ്ടി പോയിട്ടൊന്നുമില്ല. ഞാൻ വണ്ടി സ്പീഡ് പോയാൽ വണ്ടി Malada